നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. നാടാകെ ക്രിസ്മസ് തിരക്കിലേക്ക്. ഗ്രാമനഗര വ്യത്യാസമില്ലാതെ നക്ഷത്ര വിളക്കുകളും അലങ്കാരങ്ങളും ആശംസയുമായി ക്രിസ്മസ് പാപ്പാമാർ. അംബേദ്കറെ അധിക്ഷേപിച്ച ആഭ്യന്തരമന്ത്രി ജനങ്ങളോട് മാപ്പ് പറഞ്ഞ് തൽസ്ഥാനം രാജിവെക്കണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. കോട്ടയം കളക്ടറേറ്റിലേക്ക് ചൊവ്വാഴ്ച മാർച്ചും ധർണയും. വടവാതൂർ നിവാസികളുടെ വർഷങ്ങളുടെ ആവശ്യത്തിന് പരിഹാരമാകുന്നു. ഡംപിംഗ് യാർഡ് മാലിന്യമുക്തമാക്കുന്നു. ഡംപിംഗ് സൈറ്റിൽ ബയോ മൈനിംഗ് പദ്ധതി തുടങ്ങി. കർമ്മശ്രേഷ്ഠ പുരസ്കാരം മന്ത്രി VN വാസവന് സമ്മാനിച്ചു. പുരസ്കാരം സാമൂഹ്യ പ്രവർത്തന രംഗത്തെ സംഭാവന പരിഗണിച്ച്. വാർത്തകൾ വിശദമായി. ലോക്സഭയിൽ അംബേദ്കറെ അധിക്ഷേപിച്ച ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജ്യത്തെ ജനങ്ങളോട് മാപ്പ് പറയണമെന്നും ആഭ്യന്തരമന്ത്രി സ്ഥാനത്തു നിന്നും രാജിവെക്കണമെന്നും കൊടിക്കുന്നിൽ സുരേഷ് MP ആവശ്യപ്പെട്ടു. ഈ വിഷയത്തിൽ ചൊവ്വാഴ്ച കോട്ടയം കളക്ടറേറ്റിന് മുന്നിൽ മാർച്ചും ധർണയും നടക്കും. ലോക്സഭയിൽ അംബേദ്കറെ അധിക്ഷേപിച്ച ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ത്യൻ ജനതയോട് മാപ്പ് പറയണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP ആവശ്യപ്പെട്ടു. ആഭ്യന്തരമന്ത്രി സ്ഥാനം രാജിവെക്കാൻ തയ്യാറാകണം. അംബേദ്കർ നിലകൊണ്ട ആദർശങ്ങളോടുള്ള അവഹേളനമാണ് അമിത് ഷാ തലസ്ഥാനത്ത് തുടരുന്നതെന്ന് കൊടിക്കുന്നിൽ സുരേഷ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഒരു ഭരണഘടനാ ശില്പിയെ അദ്ദേഹത്തെ ഇത്തരത്തിൽ മോശമായി ചിത്രീകരിച്ചത് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയുടെ പദവിക്ക് ചേർന്നതല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം മാപ്പ് പറയണം, അംബേദ്കറെ അവഗണിച്ച് മാപ്പ് പറയണമെന്നും അതിന് തയ്യാറല്ലെങ്കിൽ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്നും ഒക്കെയാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. സഭയുടെയും ഭരണഘടനയുടെയും അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്നതിനു പകരം പ്രതിപക്ഷ നേതാക്കളെ അപകീർത്തിപ്പെടുത്താനും അപമാനിക്കുന്നതിനുമായാണ് BJP ഉപയോഗിക്കുന്നത്. ഡോക്ടർ അംബേദ്കറിന് നേരെയുള്ള ആഭ്യന്തരമന്ത്രിയുടെ അവഹേളനം ഇന്ത്യയുടെ ആത്മാവിന് നേരെയുള്ള അവഹേളനമാണെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. DCC പ്രസിഡന്റ് നാട്ടകെ സുരേഷും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ വിഷയത്തിൽ ചൊവ്വാഴ്ച കോട്ടയം കളക്ടറേറ്റിന് മുന്നിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്ന് DCC പ്രസിഡന്റ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വടവാതൂർ ഡംപിംഗ് യാർഡ് മാലിന്യമുക്തമാക്കുന്നു. ഡംപിംഗ് സൈറ്റിലെ ബയോ മൈനിംഗ് പദ്ധതിക്ക് തുടക്കമായി. കോട്ടയം നഗരസഭയുടെ ഉടമസ്ഥതയിൽ വിജയപുരം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ 1935 മുതൽ 2013 വരെ പ്രവർത്തിച്ചിരുന്ന ഡംപിംഗ് യാർഡിലെ മാലിന്യക്കൂന പൂർണ്ണമായും നീക്കുന്നതിനുള്ള പദ്ധതി കോട്ടയം നഗരസഭ നടപ്പാക്കുന്നു. കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കോട്ടയം നഗരസഭ ഡംപിംഗ് യാർഡിലെ മാലിന്യം പൂർണ്ണമായും നീക്കുന്നത്. വടവാതൂർ ഡംപിംഗ് യാർഡിൽ ആകെ 1,11,129.29 ക്യൂബിക് മീറ്റർ മാലിന്യം നിലവിലുണ്ടെന്നാണ് കണക്ക്. ഭൂനിരപ്പിൽ നിന്നും 5.77 മീറ്റർ ഉയരത്തിലും 2.90 മീറ്റർ ആഴത്തിലുമാണ് മാലിന്യം ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത്. ഇത് പൂർണ്ണമായും നീക്കുന്നതിനായാണ് ഡംപിംഗ് സൈറ്റിലെ ബയോമൈനിംഗ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ഒന്ന്, വേസ്റ്റിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുക. രണ്ട്, ഈ ഭൂമി നമുക്ക് പ്രവർത്തന യോഗ്യമാക്കത്തക്ക വിധത്തിലുള്ള നടപടിയിലേക്ക്. ഈ രണ്ട് കാര്യങ്ങളും കൂടി ചെയ്യാൻ പറ്റും. ഈ KK റോഡിൻ്റെ ഓരത്ത് 9.5 ഏക്കർ സ്ഥലം നമ്മൾ റീക്ലെയിം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ തന്നെ എത്ര കോടി രൂപയാകും എന്ന് ആലോചിച്ചത്. അപ്പോൾ ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരമെത്തി. ആ പരിഹാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ സത്യം പറഞ്ഞാൽ ഈ സമീപവാസികൾക്കും രണ്ട് അവിടെ ജനപ്രതിനിധി സഭകൾക്കും, ഗ്രാമപഞ്ചായത്തിനാകട്ടെ മുനിസിപ്പാലിറ്റിക്കാകട്ടെ, രണ്ടു കൂട്ടർക്കും ഇത് ബെനിഫിറ്റഡ് ആയിട്ടുള്ള നിലയിലേക്കാണ് പോകുന്നത്. നഗരസഭാധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ അധ്യക്ഷയായി. വടവാതൂർ ഡംപിംഗ് യാർഡിൽ ബയോമൈനിങ് നടത്തുക എന്നത് ഇവിടുത്തെ പ്രദേശവാസികളുടെയും അതുപോലെ കോട്ടയം നഗരസഭയിലെ മുഴുവൻ ആളുകളുടെയും ഒരു വളരെ നാളുകളായുള്ള ഒരു സ്വപ്നമായിരുന്നു. അതിന്ന് നമുക്ക് ഇതിനു മുൻപ് ഒന്നാം ഘട്ടം നമ്മുടെ കോട്ടയം നഗരസഭയുടെ മുനിസിപ്പൽ എഞ്ചിനീയറുടെ പ്രോജക്റ്റായിട്ട് നമ്മൾ ഒന്നാം ഘട്ടം കഴിഞ്ഞു. അതിനുശേഷം ഈ രണ്ടാം ഘട്ടം KSWMPയുടെ 16 കോടി രൂപ വകയിരുത്തിക്കൊണ്ട് അവരുടെ പ്രോജക്റ്റായിട്ട് നമുക്ക് വെച്ച് ഇത് നടപ്പിലാക്കാൻ സാധിക്കുന്നുവെന്നത് നമുക്ക് എല്ലാവർക്കും സന്തോഷകരമായ അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ്. വടവാതൂരിലെ ജനങ്ങളുടെ ചിരകാല അഭിലാഷമാണിതെന്ന് വിജയപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VT സോമൻകുട്ടി പറഞ്ഞു. വിജയപുരം ഗ്രാമപഞ്ചായത്ത് ജനങ്ങളുടെ ഒരു ചിരകാല സ്വപ്നമായിരുന്നു ഈ ഡംപിംഗ് യാർഡിലെ മാലിന്യങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്യുക എന്നുള്ളത്. അതൊരു സാക്ഷാത്കരിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്നതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ നടന്നു കഴിഞ്ഞു. ഇവിടെ വിജയപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ മാലിന്യം നീക്കം ചെയ്തതിന് ശേഷം ഇവിടെ അനന്തര പദ്ധതികൾ എന്തെങ്കിലും നടപ്പാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പഞ്ചായത്ത് ഭരണസമിതിയും പഞ്ചായത്തിലെ ജനങ്ങളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് വേണം
അടുത്ത നടപടികളിലേക്ക് പോകുവാൻ എന്ന് ഞങ്ങൾക്കൊരു അഭ്യർത്ഥനയുണ്ട്. അല്ലെങ്കിൽ ഇവിടെ ഒരു കാലഘട്ടത്തിൽ വടവാതൂർ ജനങ്ങളുടെ സമരത്തിൻ്റെ തീവ്രത ഇവിടുത്തെ അധികാരികളും മറ്റുള്ളവരും എല്ലാം അറിഞ്ഞതാണ്. അപ്പോൾ അത്തരത്തിലേക്ക് പോകാതെ പരസ്പര വിശ്വാസത്തോടുകൂടി ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. വൈസ് ചെയർമാൻ ബി ഗോപകുമാർ, വിജയപുരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി സന്തോഷ്, റീജ ചെറിയാൻ, CG രഞ്ജിത്ത് തുടങ്ങിയവർ ഉദ്ഘാടന യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൊൻകുന്നം പട്ടണത്തിന് പുത്തൻ അനുഭവം സമ്മാനിച്ച് ഹോളി നൈറ്റ്. ക്രിസ്മസ് അപ്പൂപ്പന്മാരും വാദ്യമേളങ്ങളും നിശ്ചല ദൃശ്യങ്ങളും ഘോഷയാത്രയ്ക്ക് മിഴിവേകി. പൊൻകുന്നം CVMയുടെ ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ഹോളി നൈറ്റ് 2024 പൊൻകുന്നത്തിന് കാഴ്ചയുടെ വിസ്മയം തീർത്തു. 200-ലധികം ക്രിസ്തുമസ് പാപ്പമാരും നിശ്ചല ദൃശ്യങ്ങളും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കലാരൂപങ്ങളും പൊൻകുന്നത്തിന്റെ വീഥികൾക്ക് നവ്യ അനുഭവം സമ്മാനിച്ചു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കടന്നുപോയ ആഘോഷയാത്രയിൽ നിരവധി പേർ പങ്കാളികളായി. വലുതും ചെറുതുമായ പാപ്പമാർ ക്രിസ്തുമസ് വരവറിയിച്ച് കടന്നുപോയി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പാലാ നഗരത്തിലെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന ക്രിസ്മസ് കരോൾ 2024 വേറിട്ട കാഴ്ചയായി. പാലാ മരിയ സദനത്തിന്റെ സഹകരണത്തോടെയായിരുന്നു കരോൾ. പാലയിലെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി പാലാ മരിയ സദനവും വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗും സംയുക്തമായി സംഘടിപ്പിച്ച ക്രിസ്മസ് കരോൾ 2024 പാലായിൽ നടന്നു. അശരണരെയും ആത്മഹീനരെയും മാനവരോഗികളെയും അനാഥരെയും സംരക്ഷിക്കുകയും പുനരധിവസിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന പാലാ മരിയ സദനവും യൂത്ത് വിംഗുമായി കൈകോർത്താണ് ആഘോഷം ഭംഗിയായി നടത്തിയത്. കൊട്ടാരമറ്റത്തു നിന്നും ആരംഭിച്ച ക്രിസ്മസ് കരോൾ പാലാ DYSP K. സദൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. പാലാ രൂപത മുഖ്യവികാരി ജനറൽ റവറൻഡ് ഫാദർ ജോസഫ് തരത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. യൂത്ത് വിംഗ് പ്രസിഡന്റ് ജോൺ ദർശന അധ്യക്ഷത വഹിച്ചു. KVUS പ്രസിഡന്റ് പക്കച്ചൻ മറ്റത്തിൽ, സെക്രട്ടറി VC ജോസഫ്, ട്രഷറർ ജോസ് ചെറുവള്ളി, യൂത്ത് വിംഗ് സെക്രട്ടറി എബിസൺ ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ക്രിസ്മസ് കരോൾ 2024 കുട്ടികളെയും മാതാപിതാക്കളെയും അടിച്ചേർത്തത് ഏറെ മനോഹരമായി. ന്യൂസ് ബ്യൂറോ, പാലാ. സ്ത്രീകൾ മാത്രമായി നടത്തിയ ക്രിസ്മസ് കരോൾ ആദ്യ അനുഭവമായി. പള്ളിക്കത്തോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മിനീസ് ലേഡീസ് ക്ലബ്ബാണ് കരോൾ ഒരുക്കിയത്. സ്ത്രീകളുടെ ശാരീരികവും മാനസികവുമായ ഉന്നമനത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ പള്ളിക്കത്തോട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഡോക്ടർ മിനീസ് ലേഡീസ് ക്ലബ്ബ് വ്യാപൃതരാണ്. ആനിക്കാട് ഗ്രാമപഞ്ചായത്തിൽ മാത്രമല്ല, കോട്ടയം ജില്ലയിൽ തന്നെ ആദ്യമായാണ് സ്ത്രീകൾ മാത്രം നയിച്ച ക്രിസ്മസ് കരോൾ നടന്നത്. ക്ലബ്ബിൽ നിന്നും ആരംഭിച്ച് മന്ദിരം ജംഗ്ഷൻ, പള്ളിക്കത്തോട് ബസ് സ്റ്റാൻഡ്, പള്ളിക്കത്തോട് പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിലൂടെയെല്ലാം കരോൾ ഗാനം ആലപിച്ചും നൃത്തം ചെയ്തും പൊതുജനങ്ങൾക്ക് ക്രിസ്മസ് സന്ദേശം കൈമാറിയും സഞ്ചരിച്ച സംഘം കാഴ്ചക്കാരിൽ കൗതുകം ജനിപ്പിച്ചു. അഞ്ചാനി മാളിൽ ഒത്തുകൂടി കേക്ക് മുറിച്ചതിനു ശേഷം ലൂർദ് ഭവനിൽ എത്തിച്ചേർന്ന് അവിടെയുള്ള അന്തേവാസികളോടൊപ്പം വ്യത്യസ്തമായ രീതിയിൽ ക്രിസ്മസ് ആഘോഷിച്ചു. ഡോക്ടർ മിനി എബ്രഹാമിന്റെ നേതൃത്വത്തിലാണ് പരിപാടികൾ നടന്നത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പാമ്പാടി ഗ്രാമസേവിനി റെസിഡൻസ് അസോസിയേഷന്റെ 10ാം വാർഷിക സമ്മേളനം നടന്നു. ചടങ്ങിൽ കർമ്മശ്രേഷ്ഠ പുരസ്കാരം മന്ത്രി VN വാസവന് സമ്മാനിച്ചു. സാമൂഹ്യ പ്രവർത്തന രംഗത്ത് ഈടുറ്റ സംഭാവനകൾ നൽകുന്ന വിശിഷ്ട വ്യക്തിത്വത്തിന് പാമ്പാടി ഗ്രാമസേവിനി റെസിഡൻസ് അസോസിയേഷൻ 10 വർഷത്തിലൊരിക്കൽ നൽകുന്ന കർമ്മശ്രേഷ്ഠ പുരസ്കാരം മന്ത്രി VN വാസവന് സമ്മാനിച്ചു. ഗ്രാമസേവിനി റെസിഡൻസ് അസോസിയേഷന്റെ 10ാമത് വാർഷിക സമ്മേളനത്തിൽ കോട്ടയം MP അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് പുരസ്കാരം നൽകി. പാമ്പാടി മൂലക്കര ഐക്യവേദി ഹാളിൽ നടന്ന സമ്മേളനത്തിൽ ഗ്രാമസേവിനി പ്രസിഡന്റ് അഡ്വക്കേറ്റ് KR രാജൻ അധ്യക്ഷനായി. സമ്മേളനം മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. കാനനപാതയിൽ കൂടി വരുന്നവർക്ക് 132 ഇടങ്ങളിൽ കിടത്താവളങ്ങൾ ഉണ്ടാക്കി സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്.
അതുപോലെ എരുമേലിയിൽ 6 ഏക്കർ സ്ഥലവും അതുപോലെ തന്നെ നിലയ്ക്കലിൽ ഏതാണ്ട് 2000-ഓളം വാഹനങ്ങൾക്ക് കൂടുതലായി പാർക്ക് ചെയ്യാനുള്ള പുതിയ പാർക്കിംഗ് സൗകര്യങ്ങൾ ഉണ്ടാക്കി. ഇതെല്ലാം ചേർത്ത് ആധുനിക സംവിധാനത്തോടു കൂടി കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കൺജസ്റ്റഡ് ആയിട്ടുള്ള അവസ്ഥ വരാതിരിക്കാനുള്ള സാഹചര്യം കാലകൂട്ടി ഒരുക്കിയെടുത്തപ്പോൾ സുഖകരമായ ദർശനം ഉറപ്പാക്കാൻ ഇതുവരെ കഴിഞ്ഞിരിക്കുന്നു. 93,000 പേര് വരെ പങ്കെടുത്ത ദിവസങ്ങളുണ്ട് ശബരിമലയിൽ. 80,000 എണ്ണം നിശ്ചയിച്ചത്. അപ്പോൾ എത്ര വന്നാലും നമുക്ക് തീർത്ഥാടനം ഉറപ്പാക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇപ്പോൾ നാളെ നിങ്ങൾ വീണ്ടും പോവുകയാണ് ശബരിമല. 2 ദിവസം കേന്ദ്രീകരിച്ച് നിന്ന് മണ്ഡല മഹോത്സവം പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിലേക്ക് നീങ്ങുകയാണ്. പഞ്ചായത്ത് അംഗം PV അനീഷ്, റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി G വേണുഗോപാൽ, തോമസ് ലാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. പാമ്പാടിയിലെ സഹകരണ വിദ്യാഭ്യാസ സാംസ്കാരിക രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഫാദർ കുര്യാക്കോസ് കടവും ഭാഗം, CM മാത്യു ചേനപ്പറമ്പിൽ, ജോർജ് എബ്രഹാം തിടുതുടുപ്പിൽ, ഗിരീഷ് കോനാട്ട്, KP ഗോപാലകൃഷ്ണൻ സൗപർണിക, KA എബ്രഹാം കിഴക്കയിൽ, KS കുര്യാക്കോസ് കുളത്തമാക്കൽ എന്നിവരെയും കേരള കർഷക കടാശ്വാസ കമ്മീഷൻ അംഗമായി സംസ്ഥാന സർക്കാർ നിയമിച്ച ഗ്രാമസേവിനി പ്രസിഡന്റ് അഡ്വക്കേറ്റ് KR രാജനെയും മന്ത്രി VN വാസവൻ ഉപഹാരം നൽകി ആദരിച്ചു. ഗ്രാമസേവിനി വൈസ് പ്രസിഡന്റായിരുന്ന അന്തരിച്ച R വാസുദേവൻ നായരുടെ ഛായാചിത്രം ഫ്രാൻസിസ് ജോർജ് MP അനാച്ഛാദനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പുൻകുന്നം. കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾ, മാനേജ്മെന്റ്, അധ്യാപകർ, അനധ്യാപകർ എന്നിവർ ചേർന്ന് വജ്ര ജൂബിലി മഹാസംഗമത്തിൽ ഒത്തുചേരുന്നു. ഡിസംബർ 27 വെള്ളിയാഴ്ച രാവിലെ 10 മണി മുതൽ പരിപാടി നടക്കും. രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ അധ്യക്ഷനാകും. വിരമിച്ച ഗുരുശ്രേഷ്ഠരെ ആദരിക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ സീമോൻ തോമസ്, ബർസാർ ഫാദർ മനോജ് പാലക്കുടി, സംഘാടക സമിതി പ്രസിഡന്റ് മാത്യു ചാക്കോ വെട്ടിയാങ്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. കാഞ്ഞിരപ്പള്ളി സെന്റ് തോമസ് കോളേജിന്റെ 60 വർഷം പൂർത്തീകരിക്കുകയാണ്. 60 വർഷം പൂർത്തീകരിച്ചതിന്റെ ഭാഗമായി നടത്തുന്ന വജ്ര ജൂബിലി ആഘോഷം ഡിസംബർ മാസം 27-ാം തീയതി രാവിലെ 10 മണിക്ക് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുന്നു. അതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നടത്തുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിക്കുന്നതും ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് കോളേജിലെ 79-81 കാലഘട്ടത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയും ഇപ്പോഴത്തെ കോളേജിൻ്റെ രക്ഷാധികാരിയും അതോടൊപ്പം തന്നെ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ ബിഷപ്പുമായ മാർ ജോസ് പുളിക്കൽ അവരുകളാണ്. കോട്ടയം കുമാരനെല്ലൂർ ദേവിവിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ജൂബിലി ആഘോഷങ്ങൾ സമാപിച്ചു. 1 വർഷം നീണ്ടുനിന്ന ആഘോഷങ്ങളാണ് സമാപിച്ചത്. മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. ചരിത്രപ്രസിദ്ധമായ കുമാരനെല്ലൂർ ദേവി ക്ഷേത്രത്തിന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് 1905-ലാണ് സംസ്കൃത വിദ്യാലയമായി ദേവിവിലാസ സ്കൂൾ ആരംഭിച്ചത്. 1948-ൽ പൊതുവിദ്യാലയമായ ദേവിവിലാസ സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപനമാണ് നടന്നത്. 1 വർഷം നീണ്ടുനിന്ന ജൂബിലി ആഘോഷങ്ങൾക്കാണ് സമാപനമായത്. സ്കൂൾ അങ്കണത്തിൽ നടന്ന സമാപന സമ്മേളനം മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. ഗുരുക്കന്മാരും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളുടെയും കൂട്ടായ പ്രയത്നമാണ് സ്കൂളിന്റെ സാംസ്കാരികമായ ഉന്നതിയിൽ എത്തിച്ചതെന്ന് മന്ത്രി പറഞ്ഞു. പുതിയ കാലത്ത് ഗുരുശിഷ്യ ബന്ധത്തിന്റെ പവിത്രത എന്താണെന്ന് മനസ്സിലാക്കാത്ത സാഹചര്യം വളർന്നു വരികയാണെന്ന് മന്ത്രി പറഞ്ഞു. സ്കൂളിന്റെ പൊതുവിലുള്ള വിജയത്തിൽ 1 ഗുരുക്കന്മാർ, 2 വിദ്യാർത്ഥികൾ, 3 PTA, 4 മാനേജ്മെന്റ്, ഇത് 4 കൂടി ചേരുമ്പോഴാണ് ഒരു സ്കൂൾ അതിൻ്റെ പൂർണ്ണാർത്ഥത്തിലും ലക്ഷ്യത്തിലും വ്യാപ്തിയിലും എത്തി വിജയകരമായി അതിൻ്റെ ദൗത്യങ്ങൾ പൂർത്തീകരിക്കുക. ആ നിലയിൽ കുമാരനെല്ലൂർ ദേവിവിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും ഹൈസ്കൂളുമെല്ലാം അതിൻ്റെ ആത്യന്തിക ലക്ഷ്യത്തിൽ അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിച്ച അതിൻ്റെ വിജയഗാഥയുമായിട്ടാണ് പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ജൂബിലി കമ്മിറ്റി ചെയർമാൻ PN ശശിധരൻ നായർ അധ്യക്ഷത വഹിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA അനുഗ്രഹ പ്രഭാഷണം നടത്തി. നറുക്കെടുപ്പിന്റെ സമ്മാനദാനം നഗരസഭാ അധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ നിർവഹിച്ചു. കലാപരിപാടികളുടെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ താരം കോട്ടയം രമേശ് നിർവഹിച്ചു. സ്കൂൾ മാനേജർ മുരളി കാഞ്ഞിരക്കാട്ടില്ലം വിശിഷ്ട വ്യക്തികളെ ആദരിച്ചു. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ വൃന്ദ രാജഗോപാൽ, പ്രസിഡന്റ് മോഹനൻ, സ്കൂൾ HM KN സുധാകുമാരി,
നഗരസഭാ കൗൺസിലർ ഷൈനി തോമസ്, സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനിയും കേരളത്തിലെ ആദ്യ വനിതാ ന്യൂറോ സർജനുമായ ഡോക്ടർ പുഷ്പകല എസ്, AN അച്യുതൻ നമ്പൂതിരി, മധു MS, സ്വപ്ന സുധീർ, സുജാത N, ശ്രീമോൻ K, TC റോയി, പ്രിൻസിപ്പൽ അജീഷാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അഖിലേന്ത്യാ തലത്തിൽ ആദ്യമായി സംഘടിപ്പിക്കുന്ന അന്തർ സർവകലാശാല 3x3 പുരുഷ വനിതാ ബാസ്കറ്റ്ബോൾ മത്സരം ഡിസംബർ 27 മുതൽ 31 വരെ കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജിൽ നടക്കും. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. മഹാത്മാഗാന്ധി സർവകലാശാലയാണ് ആതിഥ്യം വഹിക്കുന്നതെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഒരു ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന് കാഞ്ഞിരപ്പള്ളി ആതിഥ്യമരുളുകയാണ്. ഒരുപക്ഷെ ഒരു ദേശീയ ഈവൻ്റ് കാഞ്ഞിരപ്പള്ളി ഹോസ്റ്റ് ചെയ്യപ്പെടുന്നത് ആദ്യമായിട്ടായിരിക്കും. സെൻറ് ഡൊമിനിക്സ് കോളേജ് വജ്ര ജൂബിലി ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു ഈവൻ്റ് സംഘടിപ്പിക്കാനായിട്ട് കോളേജ് ശ്രമിച്ചത്. അത് MG യൂണിവേഴ്സിറ്റി അതിന് നമുക്ക് വേണ്ട സഹായം ചെയ്തു തന്നതിൻ്റെ പേരിലാണ് ഈ ചാമ്പ്യൻഷിപ്പ് കോളേജിൽ വെച്ച് നടക്കുന്നത്. 3x3 ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പാണ്. അത് പൊതുജനങ്ങൾക്ക് പരിചിതമല്ലാത്ത ഒരു ഫോർമാറ്റാണ്. ബാസ്കറ്റ്ബോളിൻ്റെ പുതിയ ഫോർമാറ്റാണ്. അത് കഴിഞ്ഞ 2 ഒളിമ്പിക്സിൽ മാത്രമായിട്ടാണ്, അതിൻ്റെ പുറകോട്ട് ഇല്ലായിരുന്നു, പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അത് പരിചയപ്പെടാനും കാണാനും ഒക്കെയുള്ള ഒരവസരമാണ്. രാജ്യത്തെ മികച്ച ബാസ്കറ്റ്ബോൾ പ്ലെയേഴ്സ് എല്ലാം കാഞ്ഞിരപ്പള്ളിയിൽ ഈ ഡിസംബർ 27 മുതൽ 31 വരെയുള്ള ദിവസങ്ങളിൽ ഉണ്ടാവും. ഹരിത കർമ്മസേന അംഗങ്ങളെ ആദരിച്ചുകൊണ്ട് ഒരു ക്രിസ്മസ് ആഘോഷം. വലവൂർ ഗവൺമെന്റ് UP സ്കൂളിലാണ് വേറിട്ട ആഘോഷങ്ങൾ നടന്നത്. ഹരിതകർമ്മസേനാംഗങ്ങളെ ആദരിച്ചുകൊണ്ട് ക്രിസ്മസ് ആഘോഷം. വലവൂർ ഗവൺമെന്റ് UP സ്കൂളിൽ സോഷ്യൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ ദ്വിദിന സഹവാസ ക്യാമ്പും ക്രിസ്മസ് ആഘോഷവും നടന്നു. PTA പ്രസിഡന്റ് രജി സുനിലിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ കരൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബെന്നി മണ്ടത്താനത്ത് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കുടക്കച്ചിറ ഹോമിയോ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജിൻസ് കുര്യാക്കോസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. കരൂർ പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങളായ ഉഷ, ശാന്ത എന്നിവരെ പൊന്നാടി അണിയിച്ചാതിരിക്കുകയും ക്രിസ്മസ് സമ്മാനം നൽകുകയും ചെയ്തു. നാടിന്റെ വിളക്കാണ് ഹരിതകർമ്മ സേനാംഗങ്ങളെന്നും അവർ ചെയ്യുന്ന സേവനം വിലമതിക്കാനാവാത്തതാണെന്നും ഹെഡ്മാസ്റ്റർ രാജേഷ് പയ്യൻ പറഞ്ഞു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജിൻസ് കുര്യാക്കോസ് കുട്ടികളുമായി ലിംഗാവബോധ ബോധവൽക്കരണ സംവാദം നടത്തി. തുടർന്ന് പൂർവികർ കടന്നു വന്ന വഴികളിലേക്ക് വെളിച്ചം വീശുന്ന പുരാവസ്തു പ്രദർശനം സ്കൂൾ ഹാളിൽ നടന്നു. ഉരൽ, വെറ്റിലക്കിണ്ണം, നുകവും കലപ്പയും, കൽപ്പണികൾ, ഉറി, മരപ്പാത്തികൾ, അടപ്പലക, കോയിൻ ബോക്സ്, പഴയകാല നാണയങ്ങൾ എന്നിവ കുട്ടികൾക്ക് കാലയവനികൾക്കുള്ളിൽ മറിഞ്ഞ ചരിത്രത്തിലേക്ക് ഒരു എത്തിനോട്ടമായി മാറി. അധ്യാപകൻ ജോസ് രാഗാതിരയുടെ മോട്ടിവേഷൻ ക്ലാസ് സവിശേഷ ശ്രദ്ധ ആകർഷിച്ചു. ഗാർഡനിംഗ്, ക്ലീൻ ആൻഡ് നീറ്റ് ക്യാമ്പസ്, കൃഷിപ്പാടങ്ങൾ, കുട്ടികളുടെ കലാപരിപാടികൾ, ക്രിസ്മസ് ആഘോഷം എന്നിവയും ക്യാമ്പിന്റെ ഭാഗമായി നടന്നു. ന്യൂസ് ബ്യൂറോ, പാല. കാഞ്ഞിരപ്പള്ളി രൂപത SMYM യുവജനങ്ങളുടെ മഹാസംഗമം നസ്രാണി യുവശക്തി 2024 ഡിസംബർ 26 കുട്ടിക്കാനം മരിയൻ ഓട്ടോമസിൽ നടക്കും. കാഞ്ഞിരപ്പള്ളി രൂപതയിലെ 148 ഇടവകകളിൽ നിന്നും 3000-ഓളം യുവജനങ്ങൾ പങ്കെടുക്കും. രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ മഹാസംഗമം ഉദ്ഘാടനം ചെയ്യും. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തും. കാഞ്ഞിരപ്പള്ളി രൂപതയിലെ 148 ഇടവകളിൽ നിന്നായി ഏകദേശം 4000-നടുത്ത് യുവജനങ്ങൾ ഡിസംബർ 26 മരീൻ കോളേജ് കുട്ടിക്കാനത്ത് നടക്കുന്ന മഹാ യുവജന സംഗമമാണ് നസ്രാണി യുവശക്തി 2024. നസ്രാണി യുവശക്തി 2024 നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ മഹാസമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണത്തിനായി എത്തുന്നത് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യമാർ റാഫേൽ തട്ടിൽ പിതാവും 2023 കേരള സംസ്ഥാന ഫിലിം അവാർഡ് കരസ്ഥമാക്കിയ ശ്രീമതി വിൻസി അലോഷ്യസ് യുവജനങ്ങളെ കാണുവാനും സംവദിക്കുവാനും സിനിമാ മേഖലയിൽ നിന്നുള്ള ഗസ്റ്റായി എത്തിച്ചേരുന്നു. ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി യുവജനങ്ങളുമായി സംവദിക്കുകയും സിനിമാ മേഖലയിലേക്ക് പുതുതായി കടന്നു വന്ന ശ്രീമതി മഞ്ചാടി ജോബി സ്വർഗം സിനിമയിലെ ആക്ട്രസ്സാണ് ഈ മഹായുവജന സമ്മേളനത്തിൽ സംവദിക്കുകയും യുവജനങ്ങളുമായിട്ട് സംവദിക്കുകയും ചെയ്യുന്നു. അറിയിപ്പ്. ജില്ലാ TB സെന്ററിലെ ലാബ് പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വിവിധ സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിന് ദർഗാസ് ക്ഷണിച്ചു. ജനുവരി 6 ഉച്ചയ്ക്ക് 12 വരെ ദർഗാസ് സ്വീകരിക്കും. അന്നേ ദിവസം ഉച്ചകഴിഞ്ഞ് 2 ദർഗാസ് തുറക്കും. വിശദവിവരം ജില്ലാ TB സെന്റർ ഓഫീസിൽ നിന്നും ലഭിക്കും. കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗത്തിലേക്ക് ബേബി ഷിഫ്റ്റിംഗ് ട്രോളി വിതരണം ചെയ്യുന്നതിന് കൊട്ടേഷൻ ക്ഷണിച്ചു. ജനുവരി 3 ഉച്ചയ്ക്ക് 12 വരെ കൊട്ടേഷൻ സ്വീകരിക്കും. വിവരങ്ങൾക്ക് ഫോൺ 0481 2597 279.
സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ SRC കമ്മ്യൂണിറ്റി കോളേജ് നടത്തുന്ന യോഗ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിന് ഓൺലൈനായി അപേക്ഷിക്കാം. യോഗ്യത 10ാം ക്ലാസ്. 17 വയസ്സ് പൂർത്തിയായിരിക്കണം. ഉയർന്ന പ്രായപരിധി ഇല്ല. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഡിസംബർ 31. വിശദവിവരം www.srccc.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാടാകെ ക്രിസ്മസ് തിരക്കിലേക്ക്. ഗ്രാമനഗര വ്യത്യാസമില്ലാതെ നക്ഷത്ര വിളക്കുകളും അലങ്കാരങ്ങളും ആശംസയുമായി ക്രിസ്മസ് പാപ്പാമാർ. അംബേദ്കറെ അധിക്ഷേപിച്ച ആഭ്യന്തരമന്ത്രി ജനങ്ങളോട് മാപ്പ് പറഞ്ഞ് തൽസ്ഥാനം രാജിവെക്കണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. കോട്ടയം കളക്ടറേറ്റിലേക്ക് ചൊവ്വാഴ്ച മാർച്ചും ധർണയും. വടവാതൂർ നിവാസികളുടെ വർഷങ്ങളുടെ ആവശ്യത്തിന് പരിഹാരമാകുന്നു. ഡംപിംഗ് യാർഡ് മാലിന്യമുക്തമാക്കുന്നു. ഡംപിംഗ് സൈറ്റിൽ ബയോ മൈനിംഗ് പദ്ധതി തുടങ്ങി. കർമ്മശ്രേഷ്ഠ പുരസ്കാരം മന്ത്രി VN വാസവന് സമ്മാനിച്ചു. പുരസ്കാരം സാമൂഹ്യ പ്രവർത്തന രംഗത്തെ സംഭാവന പരിഗണിച്ച്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.